തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉയർന്നു വന്നത് തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. കാരണം ആദ്യം ഇന്ത്യ ചെയ്തെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ അവരുടെ പിന്തുണ നേടുക എന്നുള്ളത്, പ്രത്യേകിച്ച് G20 രാജ്യങ്ങളുടെ പിന്തുണ നേടുക, 16ഓളം പിന്നെ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കുക, പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ മറ്റുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് ഇന്ത്യയിലുള്ള പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരുടെ പിന്തുണ നേടുകയും ചെയ്യുക. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ എല്ലാ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യ എപ്പോഴും ചെയ്യുക എന്ന് പറയുന്നത്, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഏത് കാലത്താണെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുതന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചെയ്തത്. കാരണം പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യ പേടിച്ചാൽ തന്നെ, ഇങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ തന്നെ പാകിസ്ഥാൻ വരയ്ക്കുമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെ അവിടെ ആകെ പ്രശ്നമാകുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വിലക്കയറ്റം കൂടി, അവിടെ ജനങ്ങൾ തമ്മിലടിക്കാൻ തുടങ്ങി. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ പാകിസ്ഥാൻ്റെ മുഖം കൂടുതൽ വികൃതമായി എന്നുള്ളതാണ്. അവരെ എങ്ങനെ മോശക്കാരാക്കി എന്നുള്ളത് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.